ഹലോ മക്കളെ, അങ്ങനെ വീണ്ടും നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതില് ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ ഉച്ചയ്ക്ക് ശേഷം നടത്താൻ തീരുമാനിച്ചിരുന്ന 10th പ്രിലിംസിന്റെ സെക്കൻഡ് ഫേസ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി പോയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് പേര് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ആ എക്സാം എഴുതാൻ വന്നത്. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയുടെ അവസാനം പറഞ്ഞിരുന്നു, നിങ്ങൾ നെഗറ്റീവ് അടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, നമുക്ക് കുറച്ചും കൂടി ടൈം കിട്ടും, എവിടെയൊക്കെയോ നമുക്ക് സെറ്റ് ആക്കാനുണ്ട്. അപ്പൊ അതിനുള്ള സമയമായിട്ട് ഇതിനെ കാണണം എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ അവസാനം പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് സെക്കൻഡ് ഫേസിലെ ചോദ്യങ്ങൾ, മാത്സിന്റെ 20 ചോദ്യങ്ങൾ പരിചയപ്പെടാം. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ചെയ്ത വീഡിയോന്റെ ഫസ്റ്റ് ഫേസിലെ അല്ലെങ്കിൽ രാവിലെ നടന്ന പരീക്ഷയുടെ ചോദ്യങ്ങളുമായിട്ട് ഈ ചോദ്യങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ ഒരു ഇച്ചിരി ഡിഫിക്കൽറ്റി ലെവൽ കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ചോദ്യത്തിലേക്ക് കടക്കാം. മക്കളെ, ഒന്നാമത്തെ ചോദ്യം ബോട്ട്മാസ് റൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിലെ 3 വീഡിയോസ് 20ൽ 3 ചോദ്യങ്ങൾ ബോട്ട്മാസ് റൂളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. അപ്പൊ ഇതിന്റെ തുടക്കം തന്നെ ബോട്ട്മാസ് ആണ്. ബോട്ട്മാസിൽ നിങ്ങൾക്കറിയാം, ഏറ്റവും ആദ്യം കിടക്കുന്ന ബി എന്ന് പറയുന്ന ആള് ബ്രാക്കറ്റ് ആണ്. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ആളെ ആദ്യം സോൾവ് ചെയ്യണം. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് അല്ലെ, ആ ബ്രാക്കറ്റിനകത്തുള്ളവരെയാണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇതിനുള്ളിലുള്ളവരെ നോക്കുമ്പോൾ അതാ വീണ്ടും ഒരു ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ ബ്രാക്കറ്റിനുള്ളിലുള്ളവരെ നമ്മൾ ആദ്യം സോൾവ് ചെയ്യുന്നു. 5 ഗുണം 5 5 ഗുണം 5 25 ബാക്കിയുള്ളവരെ മുഴുവൻ നമ്മൾ അതുപോലെ തന്നെ എഴുതുന്നു. 5600 ഹരിക്കണം ബ്രാക്കറ്റിനകത്ത് പിന്നെ 22 + 5 ഗുണം 6 - 50 ഹരിക്കണം ബ്രാക്കറ്റിനുള്ളിലുള്ളവരെ നമ്മൾ ഇത് ചെയ്തു കൂട്ടാ. 5 ഗുണം 5 ചെയ്തപ്പോ 25 എന്നാ കിട്ടിയത്. ഓക്കെ, ഇനി വീണ്ടും ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ഈ വലിയ ബ്രാക്കറ്റ് അല്ലെ, കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ളവരെ ചെയ്യാം. അതിൻ്റെ ഉള്ളിലുള്ളവരെ നമ്മൾ നോക്കുന്നു. കൂട്ടലുണ്ട്, ഗുണിക്കലുണ്ട്, കുറയ്ക്കലുണ്ട്, ഹരിക്കലുണ്ട്. അപ്പൊ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ഹരണം, ഡിവിഷൻ ആണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഹരണ ചിഹ്നം, അതിന്റെ 2 വശങ്ങളിലും കിടക്കുന്ന ആളുകളെ നമ്മൾ ഹരിക്കണം. 50ഉം 25 ഹരിക്കാം. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവർ അതുപോലെ എഴുതാം. 5600 ഹരണം 22 + 5 ഗുണം 6 മൈനസ് 50 ഹരണം 25. 50 ഹരണം 25 ചെയ്താൽ എന്താ? 25ന്റെ ഇരട്ടിയല്ലേ 50. സോ നമുക്കിവിടെ 2 എന്ന് കിട്ടും. ഇനി നോക്കുന്നു ബ്രാക്കറ്റിനുള്ളിൽ. ഇനി ഗുണിക്കലാണ് പിന്നെ ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ആണ് പിന്നെ ചെയ്യേണ്ടത്. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ അതുപോലെ എഴുതുന്നു. 5600 ഹരണം 22 പ്ലസ് 5 ഗുണം 6 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 30 മൈനസ് 2. ഓക്കെ, ഇനി ബ്രാക്കറ്റിനുള്ളിലുള്ളവർ ഞാൻ പറഞ്ഞു, പ്ലസ് എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ കിടക്കുന്ന കാശായിട്ടും മൈനസ് എന്ന് പറഞ്ഞാൽ കൊടുത്തു തീർക്കേണ്ട കടമായിട്ടും വിചാരിക്കണം. 22 രൂപ പോക്കറ്റിൽ, വീണ്ടും ഒരു 30 രൂപ പോക്കറ്റിൽ. അപ്പൊ പോക്കറ്റിൽ മൊത്തം എത്ര രൂപ ഉണ്ടാ? മൊത്തത്തിൽ 52 രൂപ പോക്കറ്റിലുണ്ട്. ഒരു 2 രൂപ മൈനസ്, 2 രൂപ കടം. 52 രൂപ പോക്കറ്റിലുണ്ട്, 2 രൂപ കടമുണ്ട്. അവൻ എന്ത് ചെയ്യും? പോക്കറ്റിലുള്ള 52 രൂപയിൽ നിന്ന് ഒരു 2 രൂപ എടുത്ത് ആ കടം വിട്ടും. ബാക്കി അപ്പോഴും അവന്റെ പോക്കറ്റിൽ എത്ര രൂപ? അവന്റെ പോക്കറ്റിൽ 50 രൂപയുണ്ട്. 50 രൂപയുണ്ട്. അപ്പൊ 5600നെ 50 കൊണ്ട് ഹരിച്ചാൽ നമ്മുടെ ഉത്തരം കിട്ടും. 50 കൊണ്ട് ഹരിക്കാനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്കിതിന് ചെറുതാക്കാം. 5600 ഹരണം 50, ഈ 0 ക്യാൻസലായി. ബാക്കി ആര്? 560 ഹരണം 5 എന്ന് വന്നു. 5 കൊണ്ട് ഹരിക്കാനുള്ള എളുപ്പവഴി എന്താ? ഏത് സംഖ്യേനെയാണോ 5 കൊണ്ട് ഹരിക്കുന്നത് ആ സംഖ്യയുടെ ഇരട്ടി എടുക്കുക. ഇവിടെ 560നെയാണ് നമ്മൾ 5 കൊണ്ട് ഹരിക്കുന്നത്. അപ്പൊ 560ന്റെ ഇരട്ടി, 500ന്റെ ഇരട്ടി 1000, 60ന്റെ ഇരട്ടി 120. അപ്പൊ 560ന്റെ ഇരട്ടി എത്രയാടാ? ഈ 1000ഉം 120ഉം ചേർന്ന 1120. 1120 ഇതിന്റെ ഇരട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അവസാനത്തെ ഡിജിറ്റിനെ നീക്കി നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഇടും. അപ്പൊ നമ്മുടെ ഉത്തരമായി 112.0 എന്ന് പറഞ്ഞാൽ അത് 112 ആണ്. ഓപ്ഷൻ ബി ആണ് മക്കളെ ശരി ഉത്തരം. പോവാം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. 82ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. എം എന്നത് ഹരണത്തെയും എൻ എന്നത് ഗുണനത്തെയും ക്യു എന്നത് സങ്കലനത്തെയും പി എന്നത്
വ്യവകലനത്തെയും സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 125m 5q 6n 4p പിന്നെ ഒരു 2. ഇത് സോൾവ് ചെയ്യണം. അപ്പൊ ഇവിടെ കിടക്കുന്ന ലെറ്റേഴ്സിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ചിഹ്നങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പൊ 125 എം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഹരണമാണ്. ഓക്കെ, അപ്പൊ ഹരണം ഇട്ടു, 5 ഇട്ടു. ക്യൂ എന്ന് പറഞ്ഞാൽ അത് കൂട്ടലാണ്, അപ്പൊ +6. എൻ എന്ന് പറഞ്ഞാൽ അത് ഗുണിക്കലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് പകരം ഗുണനച്ചിഹ്നം ഇട്ടു, 4. പി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അത് കുറയ്ക്കലാണ്, -2. ഇനി ബോട്ട്മാസ് റൂൾ അപ്ലൈ ചെയ്യാം. ബോട്ട്മാസ് റൂൾ. ഈ ചോദ്യത്തിൽ ബ്രാക്കറ്റും ഇല്ല, ഓഫ് അല്ലെങ്കിൽ ഓർഡറും ഇല്ല, ഡിവിഷൻ ഉണ്ട്. അപ്പൊ അതാദ്യം ചെയ്യാം. 125നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര? 125ൽ എത്ര 5 ഉണ്ട് എന്നാണ് ചോദ്യം. അത് ചെയ്താൽ നമുക്ക് 25 എന്ന് കിട്ടും. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ അതുപോലെ എഴുതാം. +6 ഗുണനം 4 -2. ഇനി ആരടാ? ഇനി മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം. ദേ ഇരിക്കുന്നതാ ഗുണനം. 6 ഗുണം 4 24. 25 + 24 -2. ഓക്കെ, ഇനി നമുക്ക് ഇനി വേണമെങ്കിൽ കൂട്ടാം എന്നിട്ട് കുറയ്ക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതിൽ തെറ്റില്ല. ചില കേസുകളിൽ ചില ചോദ്യങ്ങൾ ഇത് കൺഫ്യൂഷൻ ആവും അവസാനം. അപ്പൊ തെറ്റാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് സംഖ്യകളൊക്കെ കയ്യിലുള്ള കാശായിട്ട് വിചാരിക്കണം. നെഗറ്റീവ് സംഖ്യകളൊക്കെ കൊടുത്തു തീർക്കേണ്ട കടമായിട്ട് വിചാരിക്കണം. നോക്കിക്കടാ, 25 രൂപ പോക്കറ്റിൽ, വീണ്ടും ഒരു 24 രൂപ, ഇത് പോസിറ്റീവാ, സോ നമ്മുടെ പോക്കറ്റിലാണ്. അപ്പൊ 25 രൂപയും 24 രൂപയും ചേർന്നിട്ട് മൊത്തത്തിൽ നമ്മുടെ പോക്കറ്റിൽ 49 രൂപയുണ്ട്. ദേ ഒരു -2 എന്ന് വെച്ചാൽ 2 രൂപ കടം, 2 രൂപ കടം. അപ്പൊ 49ൽ നിന്ന് 2 കുറച്ചാൽ ബാക്കി 47 രൂപ പോക്കറ്റിൽ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നമ്മൾ പോകുന്നു 83ാമത്തെ ചോദ്യത്തിലേക്ക്. മക്കളെ, ചോദ്യം എങ്ങനെയാണ്? 3.5 + 1/4 -2 3/1. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ പൂർണ്ണസംഖ്യകളെയൊക്കെ ആദ്യം ചെയ്യാം, എന്നിട്ട് ഭിന്ന സംഖ്യകളെ പിന്നീട് ചെയ്യാം. ഓക്കെ, അതിനേക്കാൾ നല്ലത് ഇത് വളരെ എളുപ്പല്ലേ, പോസിറ്റീവ് ആയിട്ടുള്ള സംഖ്യകളൊക്കെ ആദ്യം ചേർത്ത് വെക്കുക. 3.5യുടെ കൂടെ ഒരു 1/4 ഭാഗം കൂടി ചേർന്നാൽ, എടാ അരയും കാലും ചേർന്നാൽ എത്രയാ? അത് 3/4 എല്ലാവർക്കും അറിയാം. അപ്പൊ 3.5യുടെ കൂടെ ഒരു 1/4 ഭാഗം കൊണ്ട് ചേർന്നാൽ അത് 3/4. 3/4. അതിൽ നിന്ന് കുറയ്ക്കണം 2 3/1. 2ഉം 3/1 കുറയ്ക്കണം. പൂർണ്ണസംഖ്യകളെ കുറയ്ക്കാം. 3ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാ? 1. 1ൽ തുടങ്ങുന്ന ഏതെങ്കിലും ഉത്തരം ഉണ്ടോ നോക്കാം. ഒരേ ഒരു ഉത്തരേ ഉള്ളൂ, ഓപ്ഷൻ ബി. ഉറപ്പിക്കണ്ടേ? ഉറപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 3/4ൽ നിന്ന് 1/3 കുറച്ച് നോക്കണം. ഇവിടെ മൈനസാ, കുറച്ച് നോക്കണം. ക്രോസ് ചെയ്യാം. 3 × 3 9, നടുവിലെ ചിഹ്നം മൈനസ്. 1 × 4 4 ബൈ 4 × 3 12. 9ൽ നിന്ന് 4 കുറച്ചാൽ കിട്ടുന്നത് 5/12. അപ്പൊ ശരിയാണ്. 1 5/12 എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരം. അത് ഓപ്ഷൻ ബി ആണെന്ന് നമ്മൾ കണ്ടെത്തി. നമുക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം. 1/3ന്റെയും 3/5ന്റെയും ഇടയിലുള്ള ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിടാ? മുകളിലുള്ളവരെ തമ്മിൽ കൂട്ടുക. 3ഉം 1ഉം കൂട്ടിയാൽ കിട്ടുന്നത് 4 ബൈ താഴെയുള്ളവരെ തമ്മിൽ കൂട്ടുക. 3ഉം 5ഉം കൂട്ടിയാൽ നമുക്കറിയാം 8. ഇവിടെ 4/8 ഇതിന്റെ ഉള്ളിൽ. പക്ഷെ ഓപ്ഷനിൽ നോക്കുമ്പോൾ ആരില്ല? 4/8 ഇല്ല. അപ്പോഴാണ് നമ്മുടെ തലച്ചോറ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. മുകളിലിരിക്കുന്ന ആളെയും താഴെ ഇരിക്കുന്ന ആളെയും നമുക്ക് വെട്ടി 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 ചെറുതാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ 4/8 നമ്മൾ ചെറുതാക്കി കഴിഞ്ഞാൽ 4നെയും 8നെയും 4 കൊണ്ട് ചെറുതാക്കാം. 4ൽ ഒരു 4, 8ൽ 2 4. അപ്പൊ 4/8 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, അരയാണ്. അതുണ്ടോ ഓപ്ഷനിൽ? ഉണ്ട്. ഓപ്ഷൻ എ. സെറ്റ് അല്ലേ? നമുക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. അവിടെ നമ്മുടെ PYQ സീരീസിലും മാരത്തോൺ ക്ലാസ്സിലും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങളിൽ ഒന്ന് ഇതാ 0.2 × 0.03 × 0.004. നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യത്തിൽ ആകെ എത്ര ഡെസിമൽ ഡിജിറ്റ്, ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ആ പോയിന്റ് കഴിഞ്ഞിട്ട് ആകെ എത്ര ഡിജിറ്റ് ഉണ്ടോ നോക്കണം. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാള്, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ആ കുത്ത് കഴിഞ്ഞിട്ട് 2 ആള്, ഇവിടെ ആ കുത്ത് കഴിഞ്ഞിട്ട്
മൂന്നാള്. അപ്പൊ ചോദ്യത്തിൽ ആകെ എത്ര ഡെസിമൽ ഡിജിറ്റ്? 3ഉം 2ഉം 5, 5ഉം 1ഉം 6 ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ട്. സോ ഉത്തരത്തിൽ എന്തുണ്ടാവണം? ആ പോയിന്റ് കഴിഞ്ഞിട്ട് 6 ഡിജിറ്റുകൾ ഉണ്ടായിരിക്കണം. 2, 3, 4, 5, 6. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 ഡെസിമൽ ഡിജിറ്റ് ഉള്ള ആളെ കണ്ണും പൂട്ടി മാർക്ക് ചെയ്യാം. കാരണം ഇവിടെ ഇതിലെ പോയിന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ 2 ഗുണം 3 ഗുണം 4 എന്ന് വരും. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ 4 ഗുണം 3 12, 12 ഗുണം 2 24. 0-ത്തിൽ അവസാനിക്കുന്ന സംഖ്യയാണെങ്കിൽ മാത്രം അത് ട്രിക്കി ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ അവസാനം 0 അല്ല. സോ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഡെസിമൽ ഡിജിറ്റ് എണ്ണി ഉത്തരത്തിലേക്ക് എത്താം. ഇവിടെ 6 ഡിജിറ്റുകൾ ഉള്ളത് ഓപ്ഷൻ ഡിയിൽ മാത്രമാണ്. അപ്പൊ അതാണ് ഉത്തരം എന്ന് ഉറപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിലെ പോയിന്റുകളൊക്കെ ഒഴിവാക്കിയപ്പോൾ 2, 3, 4 എന്ന് കിട്ടി. അവരെല്ലാം ഗുണിച്ചപ്പോൾ 24 കിട്ടി. ആ 24 ഉത്തരത്തിന്റെ അവസാനം. ആ 24 ഉത്തരത്തിന്റെ അവസാനം നമ്മൾ എഴുതുന്നു. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത്? 0 ചേർത്ത് വെക്കുന്നു. സോ നമ്മുടെ ഉത്തരം 0.000024. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് മക്കളെ ശരി ഉത്തരം. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുള്ളതാണ്. മാരത്തോൺ ക്ലാസ്സിൽ ഇതേ ചോദ്യം, ഇതിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഒരുപാട് നമ്മൾ ചെയ്ത് സെറ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് ചെയ്യാം. ലാഭശതമാനം കണ്ടുപിടിക്കേണ്ട ചോദ്യമാണ്. ലാഭശതമാനം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എത്രയാണോ ലാഭം, ആ ലാഭത്തെ വാങ്ങിയ വില കൊണ്ട് ഹരിക്കണം. ശതമാനത്തിലേക്കാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. എത്രയാണ് ലാഭം എന്ന് ഇവിടെ ഡയറക്റ്റ് തന്നിരിക്കുന്നു. 3250 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ 750 രൂപ ലാഭം കിട്ടി എന്നതിനർത്ഥം 750 രൂപയാണ് അവിടുത്തെ ലാഭം, അല്ലെ? അപ്പൊ ലാഭം എന്ന് പറയുന്നത് 750 രൂപ. ഇനി വാങ്ങിയ വില കണ്ടുപിടിക്കണം. വാങ്ങിയ വില എത്രയാ? ഇതിന്റെ ബേസ് പ്രൈസ് എത്രയാ? എടാ 3250 രൂപയ്ക്കാണ് വിറ്റത്. 750 രൂപ കൂട്ടിയിട്ടാണ് വിറ്റത്, അല്ലെ? 750 രൂപ അധികം കിട്ടിയ അവനെ. അപ്പോ ബേസ് പ്രൈസ്, വാങ്ങിയ വില, മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 3250 നിന്ന് ലാഭമായി കിട്ടിയ 750 കുറയ്ക്കണം. അങ്ങനെ കുറച്ചാൽ നമുക്ക് 2500 എന്ന് കിട്ടും. 2500 എന്ന് കിട്ടും. ഇനി ഇതിലേക്ക് ഇട്ടാൽ മതി. ലാഭം എന്ന് പറയുന്നത് 750, ഇവിടെ വാങ്ങിയ വില എന്ന് പറയുന്നത് 2500. ശതമാനത്തിലേക്കാക്കാൻ 100. 100ഉം ഈ 2 പൂജ്യവും ക്യാൻസൽ ആകുന്നു. 25ഉം 75ഉം ചെറുതാക്കാം. 75-ൽ എത്ര 25 ഉണ്ട്? 3 25-കൾ. അപ്പൊ 750-ൽ 30 25-കൾ ഉണ്ടാവും. സോ നമുക്ക് കിട്ടി ലാഭശതമാനം എന്ന് പറയുന്നത് 30% ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. നമുക്ക് പോകാം 87ാമത്തെ ചോദ്യത്തിലേക്ക്. 8ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ 20 കുട്ടികളുടെ അപ്പൊ അവിടുത്തെ എണ്ണം എന്ന് പറയുന്നത്, ആ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം 20 പേരാണ്. 20 കുട്ടികളുടെ ഗണിതത്തിന്റെ ശരാശരി മാർക്ക് 75. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ശരാശരി? മുഴുവനായി കിട്ടിയ തുകയെ ഈ ഗൃഹനാഥൻ, കാര്യസ്ഥൻ കയ്യോടെ വെച്ച് എല്ലാവർക്കും പകുത്ത് എങ്ങനെ ഈക്വലായി പകുത്ത് കൊടുക്കുന്നത്, തുല്യമായിട്ട് എല്ലാവർക്കും പകുത്ത് കൊടുത്തു. അപ്പൊ ഇവരുടെ മാർക്കുകളൊക്കെ ഇയാൾ വാങ്ങിച്ചു എന്ന് സങ്കല്പിക്കുക. എല്ലാ മാർക്കും കൂടി ഒരാൾ ഇങ്ങനെ കൂട്ടി വെക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ആ കുടുംബത്തിലെ കാരണവരാണെന്ന് വിചാരിച്ചോ. എല്ലാവരുടെ മാർക്ക് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ആർക്കും ഒരു സങ്കടം വരാതിരിക്കാൻ വേണ്ടി ഒന്നാമത്തെ ആൾക്ക് എന്താ പിടിച്ചോ, എല്ലാവർക്കും ഈക്വൽ ആയിട്ട്, ഒന്നാമത്തെ ആൾക്ക്, രണ്ടാമത്തെ ആൾക്ക്, മൂന്നാമത്തെ ആൾക്ക്, അങ്ങനെ 20 പേർക്കും 75 മാർക്ക് വെച്ച് തുല്യമായി വിധിച്ചു കൊടുത്തു. പക്ഷെ അവിടെ ഒരു പ്രശ്നം പറ്റി. എന്താ പ്രശ്നം? ഒരു കുട്ടിക്ക് 50 മാർക്കാണ് കിട്ടിയത്. പക്ഷെ അതിന് പകരം 60 മാർക്കാണ് എഴുതി വെച്ചത്. 50 മാർക്ക് എഴുതേണ്ട കാര്യമുള്ളൂ, 60 മാർക്ക് എഴുതി വെച്ചു, അല്ലെ? കൂടുതലായിട്ട് അധികമായി ചേർത്ത് പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് വില കണ്ടുപിടിക്കാൻ കുറയ്ക്കണം. എത്ര കുറയ്ക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവരുടെ ശരാശരി 75 തെറ്റിച്ച് ചെയ്തപ്പോൾ. അപ്പൊ ഈ 75-ൽ നിന്നും എത്രയോ കുറയും, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവരുടെ വ്യത്യാസം എടുക്കാം. 50ഉം 60ഉം തമ്മിലുള്ള വ്യത്യാസം വലുതിന് ചെറുത് കുറയ്ക്കുക. 60-ൽ നിന്ന് 50 കുറച്ചാൽ കിട്ടുന്നത് 10. ഈ അധികമായിട്ടൊരു 10 ചേർത്തു. ഈ അധികമായി ചേർത്ത 10 എന്ത് ചെയ്യണം? 20 പേരിൽ നിന്നായിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചെടുക്കണം. 20 പേരിൽ നിന്ന് ഈ അധികം വന്ന 10 മാർക്ക് തിരിച്ചെടുക്കണം. അപ്പോ
10 മാർക്ക് 20 പേരിൽ നിന്നായി കുറയ്ക്കണം. ഓക്കെ, ഇപ്പൊ ഇത് ചെയ്താൽ എന്ത് വരും? 0 0 ക്യാൻസലായി. 1/2 എന്ന് പറഞ്ഞാൽ എത്രയടാ? അര. അപ്പൊ 75 നിന്ന് അര കുറയ്ക്കണം, അഥവാ 0.5. 75 നിന്ന് അര പോയാൽ ബാക്കി എത്രയാ? 74.5 അഥവാ 74.5. ഓപ്ഷൻ എ. സെറ്റല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 88ാമത്തെ ചോദ്യം. ഓക്കെ, 10ാം ക്ലാസ് ഡി ഡിവിഷനിലെ എല്ലാ കുട്ടികളും കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2401 രൂപ സംഭാവന നൽകി. ഈ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം തന്നെയാണ് അവരോരോ കുട്ടികളും കൊടുത്ത സംഭാവന തുകയും. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടി എത്ര സംഭാവന നൽകി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നന്നായി ആലോചിക്കണം. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? അവിടെ ഒരു 2 കുട്ടിയുണ്ടെന്ന് വിചാരിക്കാം. കുട്ടികളുടെ എണ്ണം 2. ഓക്കെ, അവര് ഓരോരുത്തരും എണ്ണം എത്രയാണോ അത്ര തന്നെയാണ് അവരിടുന്നത്. ഇപ്പൊ 2 പേരുണ്ടെങ്കിൽ ഇയാള് 2 ഇടും, ഇയാള് 2 ഇടും. അപ്പൊ എത്രയാ ടോട്ടൽ പൈസ? 4 രൂപ. ഇനി 3 കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കാം. എണ്ണം എത്രയാണോ അത്ര തന്നെയാണ് ഓരോ കുട്ടികളും ഇടുക. ഇവിടെ 3 3 3 എത്ര വരും? 9. ഇനി 4 കുട്ടികൾ ഉണ്ടെങ്കിലോ? 4 കുട്ടികൾ ഉണ്ടെങ്കിൽ ഓരോരുത്തരും 4 രൂപ വെച്ച് സംഭാവന ഇട്ടു വിചാരിക്കാം. അപ്പൊ 16 വരും. എടാ, നമുക്ക് ഈ ടോട്ടൽ തുക തന്നിട്ടുണ്ട്. ഒരു കുട്ടി എത്ര സംഭാവന നൽകി എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 16ന്റെ റൂട്ട് എടുത്താൽ പോരെ? 4. 9ന്റെ റൂട്ട് എടുത്താൽ കിട്ടും ഒരു കുട്ടി കൊടുത്തത് 3 ആണെന്ന്. 4ന്റെ റൂട്ട് എടുത്താൽ കിട്ടും ഒരു കുട്ടി കൊടുത്തത് 2 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? 2401ന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ ഞാനിത് മാച്ചോട്ടെ, എന്നിട്ട് ഞാൻ ഇവിടെ ചെയ്യാം. 2400ന്റെ വർഗ്ഗമൂലം കാണണം. അങ്ങനെ വേണം നിങ്ങൾ ചിന്തിച്ചെടുക്കാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ വലിയ ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചെറിയ ഉദാഹരണങ്ങൾ വെച്ച് നിങ്ങൾ തന്നെ ആ ലോജിക്കിലേക്ക് എത്തണം. ഓക്കെ, അല്ലാതെ സ്കിപ്പ് ചെയ്ത് പോകരുത് മക്കളെ. ഇനി തീരെ കിട്ടുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോ, നെഗറ്റീവ് അടിക്കണ്ട. അപ്പൊ നമ്മൾ ചെയ്യുന്നു, 2401 എന്ന് പറയുന്ന സംഖ്യയുടെ അവസാനത്തെ 2 ഡിജിറ്റ് നീക്കി നമ്മൾ അതിനെ പാർട്ടാക്കുന്നു. എന്നിട്ട് രണ്ടാമത്തെ കഷ്ണത്തിലെ 0 ഉണ്ട് 1 ഉണ്ട്, അതിലെ അവസാനത്തെ ഡിജിറ്റ് 1. ഇപ്പൊ ഒരു പൂർണ്ണസംഖ്യയുടെ അവസാനത്തെ അക്കമായി 1 വരണമെങ്കിൽ അത് 1ൽ അവസാനിക്കുന്ന സംഖ്യയുടെ വർഗമായിരിക്കും, അല്ലെങ്കിൽ 9ൽ അവസാനിക്കുന്ന സംഖ്യയുടെ വർഗമായിരിക്കും. എന്ന് വെച്ചാൽ 1ന്റെ സ്ക്വയർ 1 ആണ്, 9ന്റെ സ്ക്വയർ 81 എങ്കിൽ മാത്രമേ 1ൽ അവസാനിക്കൂ. ആ പൂർണ്ണസംഖ്യയുടെ അവസാനം 1 വരൂ. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഈ സംഖ്യയുടെ അവസാനം ഒന്നുകിൽ 1 അല്ലെങ്കിൽ 9. അപ്പൊ ഒരിക്കലും 0 വരില്ല. ഓപ്ഷൻ എ അല്ല. ഓക്കെ, നമ്മൾ ഈ സംഖ്യയുടെ അവസാനം 1 അല്ലെങ്കിൽ 9 ആണെന്ന് ഉറപ്പിച്ചു. ഇനി ഇതിന്റെ ആദ്യത്തെ ഡിജിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന പരിപാടി, ഇതിന്റെ ഫസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ ചെയ്യുന്ന പരിപാടി, ഇവിടെ മുറിച്ച് വെച്ചതിലെ ആദ്യത്തെ കഷ്ണം എടുക്കും. ആദ്യത്തെ കഷ്ണം 24. 24ന് മുൻപ് വരുന്ന പൂർണ്ണവർഗം ഏതാണ് നോക്കും. 24ന് മുൻപ് വരുന്ന പൂർണ്ണവർഗം 16 ആണ്. അതിന്റെ റൂട്ട് എടുക്കുക. 16ന്റെ റൂട്ട് എടുത്താൽ നമുക്ക് കിട്ടും 4. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാം, ഈ സംഖ്യ ഒന്നുകിൽ 41 ആണ്, അല്ലെങ്കിൽ 49 ആണ്. 49 ആണ്. എടാ, നിർഭാഗ്യവശാൽ, നമ്മുടെ ഭാഗ്യവശാൽ, പക്ഷെ ചോദ്യം ഇട്ട ആളുടെ നിർഭാഗ്യവശാൽ ഇവിടെ 49 മാത്രമേ ഉള്ളൂ, 41 ഇല്ല. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാം നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണെന്ന്. പക്ഷെ ഇതെങ്ങനെയാ ശരിക്കും ഉറപ്പിക്കുക? ഓർമ്മയുണ്ടോ? ഇതിന്റെ റൂട്ട് എടുത്തപ്പോൾ കിട്ടിയത് 4. 4 കഴിഞ്ഞ് വരുന്ന എണ്ണൽ സംഖ്യ 5. ഇവരെ തമ്മിൽ ഗുണിക്കും. 4ഉം 5ഉം ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 20. എന്നിട്ട് ഗുണിച്ച് കിട്ടിയ ഉത്തരവും റൂട്ടിനകത്ത് കിടക്കുന്ന ആദ്യത്തെ കഷ്ണവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും, നമ്മൾ താരതമ്യം ചെയ്യും. 20നേക്കാൾ വലുതാണോ ചെറുതാണോ റൂട്ടിനകത്ത് കിടക്കുന്ന ഫസ്റ്റ് പീസായ 24? 20നേക്കാൾ വലിയ ആളാണ് റൂട്ടിനകത്ത് കിടക്കുന്ന ആദ്യത്തെ കഷ്ണമെങ്കിൽ നമ്മൾ ഇതിൽ വലിയ ആളെ എടുക്കും. 41 ആണോ 49 ആണോ വലുത്? 49 അല്ലേ വലുത്. സോ നമ്മൾ ഇതിൽ വലിയ ആളെ എടുക്കും. ഇനി 20നേക്കാൾ ചെറിയ ആളാണ് റൂട്ടിനകത്ത് കിടക്കുന്ന ആദ്യത്തെ പീസ് എങ്കിൽ നമ്മൾ ചെറിയ ആളെ എടുത്തേനെ. ക്ലിയർ ആണല്ലോ? ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് 20നേക്കാൾ വലുതാണ് 24. അതുകൊണ്ട് വലിയ ഉത്തരം 49, ഓപ്ഷൻ ഡി.
ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 89ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. സാറയുടെ കയ്യിൽ 42 മീറ്റർ, 49 മീറ്റർ, 69 മീറ്റർ നീളമുള്ള 3 റിബണുകളുണ്ട്. സാറ ഇതിനെ ഒരേ നീളമുള്ള റിബൺ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ കിട്ടുന്ന ഓരോ കഷ്ണത്തിന്റെയും നീളം എത്ര? ഇതെന്താണ്? ഇത് ഉസാഗ ഉപയോഗിച്ച് ചെയ്യേണ്ടതല്ലേ? HCF അല്ലേ ഇവിടെ ഉപയോഗിക്കേണ്ടത്? എന്താടാ, എങ്ങനെയാ അത് കണക്ട് ചെയ്യുക? ഒരേ നീളം വരണം, പരമാവധി നീളം വരണം എന്ന ഇന്നർ മീനിങ് ഇതിനുള്ളിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? 42, 49, 63 എന്നതിന്റെ ഉസാഗ കണ്ടുപിടിക്കണം. ഈ 3നും പൊതുവായി വരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഈ 3ഉം 7ന്റെ ഗുണിതങ്ങളാണ്. 42നെ 7 കൊണ്ട് ചെറുതാക്കിയാൽ 6, 7 ഗുണം 6 42. ഓക്കെ, 49നെ ചെറുതാക്കിയാൽ 7, 7 ഗുണം 7 49. 63നെ 7 കൊണ്ട് ചെറുതാക്കിയാൽ 9. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഉണ്ടക്കണ്ണ് തുറിപ്പിച്ച് നോക്കണം. LCM ആണെങ്കിൽ മിനിമം 2 പൊതുഘടകങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതാക്കായിരുന്നു. പക്ഷെ നമ്മളിവിടെ HCF ആ കാണുന്നത്, ഉസാഗയാ കാണുന്നത്. എത്ര പേരെ ചെറുതാക്കാനുണ്ടോ അത്രയും പേർക്ക് പൊതുഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ചെറുതാക്കാൻ കഴിയൂ. 6, 7, 9 ഒന്നല്ലാതെ വേറെ പൊതുഘടകങ്ങൾ ഇല്ല. സോ നമ്മുടെ പരിപാടി ഇവിടെ വെച്ച് നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആള് മാത്രമാണ് നമ്മുടെ ഉത്തരം. നമ്മുടെ ഉത്തരം എന്താ? ഇതിന്റെ ഉസാഗ എന്ന് പറയുന്നത് 7 മീറ്റർ. ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് 7 മീറ്റർ. സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മക്കളെ. 90ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചേ. അരുൺ തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് 100 km/h വേഗതയിലും തിരിച്ച് കോഴിക്കോട് നിന്ന് തൃശ്ശൂർക്ക് 60 km/h വേഗതയിലും സഞ്ചരിക്കുന്നു എങ്കിൽ ആ യാത്രയിലെ ശരാശരി വേഗത എത്ര? നമ്മളിത് മാരത്തോൺ ക്ലാസ്സിൽ ചെയ്ത സെയിം മോഡൽ ക്വസ്റ്റ്യൻ അല്ലേ? ചെയ്ത് നോക്കാം. എന്താ ഞാൻ പറഞ്ഞത്? അരുൺ എന്ന് പറയുന്ന ആള് തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് അങ്ങോട്ട് പോയത് 100 km/h വേഗതയിലാണ്. തിരിച്ച് കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് വന്നതോ 60 km/h വേഗതയിലാണ്. ഓക്കെ, നോക്കിക്കടാ. തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ദൂരം ഒരിക്കലും മാറില്ല അല്ലെ? തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് പോയത് എത്ര ദൂരത്തിലാണോ അതേപോലെ കോഴിക്കോട് നിന്ന് തിരിച്ച് തൃശ്ശൂരിലേക്ക് വരാനും സെയിം ദൂരമായിരിക്കും. അപ്പൊ തുല്യ അകലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്ത വേഗതയിലാണ് സഞ്ചരിച്ചതെങ്കിൽ അവയുടെ ശരാശരി വേഗത, ആവറേജ് സ്പീഡ് കാണാൻ ഞാനൊരു സൂത്രവാക്യം പറഞ്ഞു തന്നിരുന്നു. ഓർക്കുന്നുണ്ടോ? 2 × x × y ഡിവൈഡഡ് ബൈ x + y. എന്താണ് x, എന്താണ് y? x എന്ന് പറയുന്നത് ഫസ്റ്റ് സ്പീഡ്, അങ്ങോട്ട് പോയപ്പോഴുള്ള സ്പീഡ്. x എന്ന് പറയുന്നത് 100. അപ്പൊ y എന്താ? രണ്ടാമത്തെ സ്പീഡ്, തിരിച്ചു വന്നപ്പോഴുള്ള സ്പീഡ്, അത് 60. ചെയ്താൽ നമ്മുടെ ഉത്തരായടാ. എക്സിന്റെയും വൈന്റെയും സ്ഥാനത്ത് 100ഉം 60ഉം യഥാക്രമം പ്ലേസ് ചെയ്യാം. അപ്പൊ 2 ഗുണം x എന്ന് പറയുന്നത് 100, y എന്ന് പറയുന്നത് 60 ബൈ x എന്ന് പറയുന്നത് 100 പ്ലസ് y എന്ന് പറയുന്നത് 60. ചെറുതാക്കാം. ഇപ്പൊ 2 ഗുണം 100 ഗുണം 60 ബൈ 100 പ്ലസ് 60 എന്ന് പറഞ്ഞാൽ 160. ഈ 0 ചെറുതാകുന്നു. 6ന്റെ പകുതി എന്ന് പറയുന്നത് 3, 16ന്റെ പകുതി എന്ന് പറയുന്നത് 8. 2ഉം 8ഉം ചെറുതാക്കുന്നു. 8ന്റെ പകുതി എന്ന് പറയുന്നത് 4. 100ഉം 4ഉം ചെറുതാക്കുന്നു. 100ൽ എത്ര 4കൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 25. അപ്പൊ മുകളിൽ ഇനി ആരേ ഉള്ളൂ? 25 ഗുണം 3 മാത്രമേ ഉള്ളൂ. 25ന്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ അത് 75 ആണ്. സോ നമ്മുടെ ഉത്തരം 75 km/h വേഗതയിലാണ്. 75 km/h വേഗതയാണ് ഇതിന്റെ ശരാശരി വേഗത. ഓപ്ഷൻ ഡി ആണ് മക്കളെ ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 91ാമത്തെ ചോദ്യം. 91ാമത്തെ ചോദ്യം ഇങ്ങനെയാണടാ. 1നും 100നും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. 1നും 100നും ഇടയിലുള്ള ഇരട്ട സംഖ്യ. ഇത് തെറ്റിക്കാനുള്ള സാധ്യത എവിടെ വരുന്നതെന്ന് അറിയോ? ആദ്യത്തെ ഇരട്ട സംഖ്യ 2 ആണെന്ന് എടുക്കും, അടുത്തത് 4, പിന്നെ 6, അങ്ങനെ പോയി 100നിടയിൽ നിങ്ങൾ അർത്ഥമൊന്നും ആലോചിക്കാതെ 100 എഴുതി വെക്കും. ഓക്കെ, എന്നിട്ട് എത്ര എണ്ണം ഉണ്ട്? 50 എണ്ണം ഉണ്ട് അല്ലെ? എത്ര എണ്ണം ഇരട്ട സംഖ്യകൾ എത്രയുണ്ട്?
അവസാനത്തെ ആളുടെ പകുതി എടുത്താൽ മതി. അങ്ങനെ നിങ്ങൾ 50ലേക്ക് എത്തും. എന്നിട്ട് 50 × 51 ചെയ്യും. എന്താണ് ഇരട്ടസംഖ്യകളുടെ തുക കാണാൻ? n × n+1 ആണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ n എന്ന് പറയുന്നത് ഇരട്ട സംഖ്യകളുടെ എണ്ണം, അത് 50. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കൂടെ 1 കൂട്ടുക. 50 × 51 ചെയ്യുമ്പോൾ 2550 കിട്ടും. ഓപ്ഷൻ ബിയിൽ കിടക്കുന്നുണ്ട്, നിങ്ങളത് കറപ്പിക്കും. ചെയ്ത് പോകരുത്. ഓക്കെ, എടാ ഇടയിൽ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഇടയിൽ എന്ന് പറഞ്ഞാൽ ഈ 2 സംഖ്യകളും വരില്ല. 1ന്റെ ഇടയിൽ, 1 കഴിഞ്ഞ് 100ന് മുൻപ് അവർക്കിടയിൽ വരുന്ന ആളുകൾ മാത്രം. അപ്പൊ അവസാനത്തെ ആൾ ആരായിരിക്കും? 98 ആയിരിക്കും. അപ്പൊ 2 മുതൽ 98 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട് എന്ന് കണ്ടുപിടിക്കണം. സിമ്പിൾ അല്ലേ? അവസാനത്തെ ആളുടെ പകുതി എടുത്താൽ മതി. 98ന്റെ പകുതി എത്രയാ മക്കളെ? 98ന്റെ പകുതി ഇനി പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യണം? 98 ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുക. തിരക്ക് പിടിക്കണ്ട, സ്പ്ലിറ്റ് ചെയ്ത് ചെയ്താൽ മതി. 98 എന്ന് പറയുന്നത് 90ന്റെ കൂടെ 8 കൂട്ടുന്നതാണ്. 90ന്റെ പകുതി എടുക്കുക, 8ന്റെ പകുതി എടുക്കുക. 90ന്റെ പകുതി 45, 8ന്റെ പകുതി 4. അപ്പൊ 98ന്റെ പകുതി എത്രയാ? ഈ 45 4 കൂടുന്നത് 49. ഓക്കെ, അപ്പൊ ഇതാണ് n. ഇനി ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n+1 ആണ്. n നമുക്ക് കിട്ടി 49. അപ്പൊ നമ്മൾ 49 × 50 എന്ന് എഴുതിയാൽ എത്രയായി? 49നെ 50 കൊണ്ട് ഗുണിക്കാൻ, 50 കൊണ്ട് ഏത് സംഖ്യനും ഗുണിക്കാനുള്ള എളുപ്പവഴി എന്താ? ഏത് സംഖ്യനെയാണോ ഗുണിക്കുന്നത്, 50 കൊണ്ട് ഏത് സംഖ്യനെയാണോ ഗുണിക്കുന്നത്, ആ സംഖ്യ എഴുതുക, 2 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ പകുതി എടുത്താൽ നമ്മുടെ ഉത്തരായി. ഇതിന്റെ പകുതി 4900. 4900. ഇവിടെ പെട്ടെന്ന് പകുതി കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, സ്പ്ലിറ്റ് കരോ മുറിക്കുക. 4000ഉം 900ഉം ചേരുന്നതാണ് 4900. 4000ന്റെ പകുതി എന്ന് പറയുന്നത് 2000 ആണ്. 900ന്റെ പകുതി എന്ന് പറയുന്നത് 450 ആണ്. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 2450 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒറ്റയാനാര്? ഇതൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുൻപേ PSC വിട്ടതായിരുന്നു, വീണ്ടും തിരിച്ചു പിടിക്കുന്നു. മിക്ക ചോദ്യങ്ങളിലും ഒറ്റയാന്റെ കേസ് ചോദിക്കുകയാണെങ്കിൽ അത് 3ന്റെയോ 9ന്റെയോ ഗുണിതങ്ങളാകാനാണ് സാധ്യത കൂടുതൽ. പിന്നെ അഭാജ്യ സംഖ്യകൾ, വർഗങ്ങൾ, ക്യൂബുകൾ, ഘനം അല്ലെങ്കിൽ ക്യൂബ്, ഇതൊക്കെയാണ് ഒറ്റയാന്റെ കേസിൽ മെജോറിറ്റി ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം. 120 ആദ്യം 3ന്റെ കേസിൽ നമുക്ക് ചെക്ക് ചെയ്യാം. 120 3 കൊണ്ട് ഗുണിക്കാൻ, 3 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുമോ? കഴിയും. ഇതിലെ അക്കത്തുക, ഇതിലെ എല്ലാ ഡിജിറ്റുകളും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് 1 + 2 + 0, അത് 3 ആണ്. സോ ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 1 + 7 + 0 കൂട്ടിയാൽ കിട്ടുന്നത് 8 ആണ്. 3 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയില്ല. 1 + 0 + 1 കൂട്ടിയാൽ കിട്ടുന്നത് 2 ആണ്. പൂർണ്ണമായി ഹരിക്കാൻ കഴിയില്ല 3 കൊണ്ട്. 1 + 4 + 5 ചെയ്താൽ കിട്ടുന്നത് 10 ആണ്. 10 3ന്റെ ഗുണിതമല്ല. സോ ഇതിനെയും 3 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയില്ല. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ഒറ്റയാനാരാണ്? 3 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന 120 മാത്രമാണ്. 120 മാത്രമാണ്. എടാ ഇനി ഇതിൽ മറ്റൊരു ടെസ്റ്റും കൂടി ഉണ്ട്. ഈ തന്നിരിക്കുന്ന സംഖ്യകളില് 120, 170, 101, 145, ഇതിൽ 101 മാത്രമാണ് പ്രൈം നമ്പർ ആയിട്ട് വരുന്നത്, അഭാജ്യ സംഖ്യയായിട്ട് വരുന്നത്. സോ ഇതിന് 2 തരത്തിൽ ഉത്തരങ്ങളിലേക്ക് എത്താം. ഏതാണ് PSC ഉദ്ദേശിക്കുന്നത് എന്നറിയാം. ഇനി ആരെങ്കിലും അപ്പീൽ കൊടുത്ത് ഈ ചോദ്യം ക്യാൻസലായി പോകുമോ എന്നും അറിയില്ല. അപ്പൊ 101 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ്. 1ഉം 101ഉം മാത്രമേ ഘടകങ്ങളായി വരുന്നുള്ളൂ. സോ 101 ഒരു പ്രൈം നമ്പറാണ്. 2 ഉത്തരങ്ങൾ ഈ ചോദ്യത്തിനുണ്ട്. എങ്ങനെ പോകും എന്നറിയില്ല. അപ്പൊ അടുത്ത ചോദ്യം, 93ാമത്തെ ചോദ്യം ഇങ്ങനെയാണടാ. ക്ലോക്ക് എന്നതിനെ ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ക്രമീകരിച്ചപ്പോൾ അത് XOLXP എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ ഇതേ ലോജിക്ക് ഉപയോഗിച്ച് ആരെ മാറ്റി എഴുതണം? വാച്ചിനെ നമ്മൾ മാറ്റി എഴുതണം. WATCH എന്നതിനെ മാറ്റി എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പുറകിലുള്ള ലോജിക്ക് ആദ്യം തന്നിരിക്കുന്ന ആളിൽ നിന്ന് ഡീകോഡ് ചെയ്തെടുക്കണം.
ഡീകോഡ് ചെയ്തെടുക്കണം മക്കളെ. അപ്പൊ നമ്മൾ ഡീകോഡ് ചെയ്യുന്നതിന് മുമ്പ് നോക്കിക്കടാ, ഇവിടെ ഒരു സി ഉണ്ട് അല്ലെ. ഡീകോഡ് ചെയ്യേണ്ട സ്ഥലത്ത്, ഡീകോഡ് ചെയ്യേണ്ട വാക്കിൽ ഒരു സി ഉണ്ട്. ആ സീനെ ഇവിടെ ഓൾറെഡി ഡീകോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സി എന്ന് പറയുന്നത് എക്സിന് തുല്യമാണ്. അപ്പോ 1, 2, 3, 4ാമത്തെ ആൾ എക്സ് വരുന്ന ആളെ മാത്രം നിർത്തിയാൽ മതി. 1, 2, 3, 4 ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സ് ആണ്, ഇവിടെ എസ് ആണ്, എക്സ് അല്ല. അപ്പൊ ഓപ്ഷൻ എ അല്ല എന്ന് ഉറപ്പിക്കാം. ഓക്കെ, ഇനി ബാക്കിയുള്ളവരെ നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. എടാ, ഇവിടെ സി എന്ന് പറയുന്നത് 3ാമത്തെ അക്ഷരമാണ്. എക്സ് എന്ന് പറയുന്നത് 24ാമത്തെ അക്ഷരമാണ്. ഓക്കെ, എൽ എന്ന് പറയുന്നത് 12ാമത്തെ അക്ഷരമാണ്. ഒ എന്ന് പറയുന്നത് 15ാമത്തെ അക്ഷരമാണ്. 15ാമത്തെ അക്ഷരമാണ്. ഇവിടെ ഒ എന്ന് പറയുന്നത് 15ാമത്തെ അക്ഷരമാണ്. എൽ എന്ന് പറയുന്നത് 12ാമത്തെ അക്ഷരമാണ്. സി എന്ന് പറയുന്നത് 3ാമത്തെ, എക്സ് എന്ന് പറയുന്നത് 24ാമത്തെ, കെ എന്ന് പറയുന്നത് 11ാമത്തെ ലെറ്റർ ആണ്. പി എന്ന് പറയുന്നത് 16ാമത്തെ ലെറ്റർ ആണ്. നിങ്ങൾ നോക്കിക്കടാ, ഈ 2 ഡിജിറ്റുകളും കൂട്ടിയാൽ കിട്ടുന്നത് എത്രയാ? 27 അല്ലേ? മുകളിൽ ഇരിക്കുന്നതും താഴെ ഇരിക്കുന്നതും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് 15ഉം 12ഉം 27, 3ഉം 24ഉം കൂട്ടിയാൽ 27, 11ഉം 16ഉം കൂട്ടിയാൽ കിട്ടുന്നത് 27. സോ നമ്മൾ ലോജിക്ക് മനസ്സിലാക്കി. ഈ സംഖ്യകൾക്ക് ആനുപാതികമായി നിൽക്കുന്ന നമ്പരും അതിൻ്റെ കൂടെ മറ്റൊരു സംഖ്യയും കൂട്ടിയാൽ 27 കിട്ടണം. ആ മറ്റൊരു സംഖ്യക്ക് കറസ്പോണ്ടിങ് ആയി കിടക്കുന്ന ലെറ്റർ ആണ് നമ്മുടെ കോഡ് ഭാഷയിൽ വരേണ്ടത്. എടാ, ഇവിടെ 23 എങ്കിൽ ഇവിടെ എത്രാമത്തെ ലെറ്റർ വരണം? 23ഉം വേറെ ഏത് സംഖ്യയും കൂട്ടിയാലേ 27 കിട്ടുക? 4 കൂട്ടിയാലേ 27 കിട്ടുക അല്ലെ? അപ്പൊ 4ാമത്തെ ലെറ്റർ ഏതാ? എ ബി സി ഡി. ഡി ആണ് ഇവിടെ വരിക. അപ്പൊ ഡിയിൽ തുടങ്ങുന്നത് ആരാണെന്ന് നോക്കുക. ഡിയിൽ തുടങ്ങുന്നത് ഇവിടെ ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇനി എ എന്ന് പറയുന്നത് 1ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ ഇവിടെ 26ാമത്തെ ലെറ്റർ വരണം. 1ഉം 26ഉം കൂട്ടിയാലാണ് 27. അപ്പൊ ഇവിടെ സെഡ്. ടി എന്ന് പറയുന്നത് 20ാമത്തെ ലെറ്റർ ആണ്. സോ ഇവിടെ ആര് വരണം? 3ാമത്തെ ആളായിട്ട് 7ാമത്തെ ലെറ്റർ വരണം. 7ാമത്തെ ലെറ്റർ വരണം. 7ാമത്തെ ലെറ്റർ ഏതാ? അത് ജി ആണ്. ജി. ഇനി സി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇവിടെ 24ാമത്തെ ലെറ്റർ വരണം. അത് എക്സ് ആണ്. എച്ച് എന്ന് പറയുന്നത് 8ാമത്തെ ആളാണ്. അപ്പൊ അവസാനം 19ാമത്തെ ആള് വരണം. അത് എസ് ആണ്. എസ്. എസ്. ഓക്കെ, അപ്പൊ നമ്മുടെ കോഡ് ഭാഷയിൽ വാച്ചിനെ മാറ്റി എഴുതിയപ്പോൾ കിട്ടിയത് ഡി സെഡ് ജി എക്സ് എസ്. ഇത്രയൊന്നും നേരം കളയണ്ട. ഇവിടെ ഫസ്റ്റ് ലെറ്റർ കണ്ടുപിടിച്ചപ്പോൾ തന്നെ, 4ാമത്തെ ലെറ്റർ ഡി ആണെന്ന് കണ്ടുപിടിച്ചപ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. അവിടെ വെച്ച് നിങ്ങൾ നിർത്തുക. ബാക്കിയും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് എല്ലാം പറഞ്ഞു പോകേണ്ടത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, എക്സാം ഹാളിൽ നിങ്ങൾ ഇത്രയും ടൈം എടുക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ആദ്യം തന്നിരിക്കുന്ന ബന്ധം വെച്ച് 2ാമത്തെ ആളെ കണ്ടുപിടിക്കണം. 2ാമത്തെ സെറ്റിൽ വിട്ടുപോയ ആളെ കണ്ടുപിടിക്കണം. ഈ 35 എന്ന് പറയുന്നത് 6ന്റെ സ്ക്വയറിനോട് ചേർന്ന് നിൽക്കുന്നതാണോ? ആണ്. 217 എന്ന് പറയുന്നത് 6ന്റെ ക്യൂബിനോട് ചേർന്ന് നിൽക്കുന്നതാണോ? ആണ്. എടാ, 6ന്റെ സ്ക്വയർ നമുക്കറിയാം 36 ആണ്. 36ൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്നതല്ലേ 35. അപ്പൊ 217 6ന്റെ ക്യൂബിന്റെ കൂടെ 1 കൂട്ടിയാൽ കിട്ടുന്നതാണ്. 6ന്റെ ക്യൂബ് 216 ആണ്. അതിന്റെ കൂടെ 1 കൂട്ടിയാലല്ലടാ 217 കിട്ടുക. അതേ ലോജിക്ക് ഇവിടെ ചെയ്താൽ മതി. 63 ഏതിന്റെ വർഗത്തിൽ നിന്ന് 1 കുറച്ചതാണ്? 8ന്റെ വർഗത്തിൽ നിന്ന് 1 കുറച്ചതാണ്. 8ന്റെ വർഗം, 8ന്റെ സ്ക്വയർ 64. 64 നിന്ന് 1 കുറച്ചതാണ് 63. അപ്പൊ ഇവിടെയുള്ള ആളെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 8ന്റെ ക്യൂബിന്റെ കൂടെ 1 കൂട്ടണം. 10 വരെയുള്ള ക്യൂബുകൾ കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉപകരിക്കാനാണ്. 8ന്റെ ക്യൂബ് നമുക്കറിയാലോടാ 512 ആണ്. അതിന്റെ കൂടെ 1 കൂട്ടിയാൽ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും. അത് 513. ഓപ്ഷൻ സി ആണ് മക്കളെ. നമ്മൾ നേരെ പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക്. ഇവിടെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന മറ്റൊരു ചോദ്യം. നമ്മൾ ഈ മോഡല് നേരത്തെ വീഡിയോയിൽ ചെയ്തു. നമ്മുടെ മാരത്തോൺ ക്ലാസ്സിൽ ഒരുപാട് തവണ ചെയ്തു. നിങ്ങൾ സെറ്റ് ആകേണ്ട സമയം കഴിഞ്ഞു. എന്തായാലും ഈ പരീക്ഷ റദ്ദായി പോയല്ലോ. നമുക്ക് കുറച്ചുകൂടി ടൈം കിട്ടും. കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആകാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം. 5 വർഷം മുൻപ് രാധയുടെ പ്രായവും സീതയുടെ പ്രായവുമാണ് ഇവിടുത്തെ ബേസ്. എന്താ പറയുന്നത്? രാധയുടെ പ്രായം സീതയുടെ പ്രായത്തിന്റെ 3 മടങ്ങാണ്. അപ്പൊ സീതയ്ക്ക് 1 വയസ്സാണെങ്കിൽ രാധയ്ക്ക് 3 വയസ്സ്.
ഓക്കെ, 3 മടങ്ങ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ 3:1 എന്ന് എഴുതി. ഇനി 3 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് എന്താകും? ഇത് 2 മടങ്ങാകും. അതായത് സീതയ്ക്ക് 1 വയസ്സാണെങ്കിൽ രാധയ്ക്ക് അതിന്റെ 2 മടങ്ങ്, 2 വയസ്സ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടത്തെ വ്യത്യാസം നോക്കും. 3ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം അത് 2ആണ്. 2ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം അത് 1ആണ്. ഇവയുടെ വ്യത്യാസം തുല്യമായിരുന്നെങ്കിൽ നമ്മുടെ പരിപാടി എളുപ്പമായനെ. പക്ഷെ ഇവിടെ ഒരു സ്ഥലത്ത് 2, ഒരു സ്ഥലത്ത് 1, വ്യത്യാസം തുല്യമല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? ആദ്യത്തെ റേഷ്യോ എഴുതുക, 3:1. അതിനെ നമ്മൾ ഗുണിക്കും. എന്തുകൊണ്ട്? രണ്ടാമത്തെ റേഷ്യോന്റെ വ്യത്യാസം കൊണ്ട്, 1 കൊണ്ട്. അങ്ങനെ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 3:1 തന്നെ അല്ലെ? 1 × 3 3, 1 × 1 1, 3:1 തന്നെ. ഇനി എന്ത് ചെയ്യണം? രണ്ടാമത്തെ റേഷ്യോ, അതായത് 2:1 എന്ന് പറയുന്നതിനെ നമ്മൾ ഗുണിക്കണം ആദ്യത്തെ റേഷ്യോന്റെ വ്യത്യാസം കൊണ്ട്, 2 കൊണ്ട്. അത് ഗുണിച്ചാൽ എന്ത് വരും? 2 × 2 4 ഈസ്റ്റു 1 × 2 2. അപ്പൊ നമുക്ക് പുതിയ റേഷ്യോ കിട്ടി. ആരുടെ? രാധയുടെയും സീതയുടെയും പുതിയ അനുപാതം കിട്ടി, പുതിയ റേഷ്യോ കിട്ടി. ഇവരുടെ വ്യത്യാസം നോക്കിയിടാ. 3ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം 2, 4ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 2. അപ്പൊ നമ്മുടെ വ്യത്യാസം തുല്യമായി. ഇനി പരിപാടി എളുപ്പമായി. ഇത് 3 വർഷം കഴിഞ്ഞ്, ഇത് 5 വർഷം മുൻപ്. അപ്പൊ ഇവർക്കിടയിൽ എത്രയാണ് മൊത്തത്തിലുള്ള കാലയളവ് എന്ന് കണ്ടുപിടിക്കണം. ഇപ്പോ വർഷം 2026. 5 വർഷം മുൻപ് എന്ന് പറഞ്ഞാൽ 2021. 3 വർഷം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ 2029. അപ്പൊ ഇവർക്കിടയിൽ എത്രയാണ് ടോട്ടൽ വ്യത്യാസം? 2026-ന് 5 വർഷം പുറകിൽ, 2026-ന് 3 വർഷം കഴിഞ്ഞ്. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിൽ ടോട്ടൽ എത്ര വർഷം? 2021 മുതൽ 2029 വരെ എത്ര? 8 വർഷങ്ങൾ അല്ലെ? നമ്മൾ ഇതിനെ കൂട്ടിയാൽ മതി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞതാ, കൂട്ടിയാൽ മതി. ഇപ്പൊ രാധ എന്ന് പറയുന്ന ആള് ആരുടെ പ്രായം കണ്ടുപിടിക്കണ്ടേ? സീത. ഓക്കെ, സീത ഇനി പുതിയ റേഷ്യോ കേട്ടോ, പഴയ റേഷ്യോ വെച്ച് ചെക്ക് ചെയ്യരുത്. പുതിയ റേഷ്യോ 3:1 4:2 അത് വെച്ച് വേണം പരിശോധിക്കാൻ. സീത 1-ൽ നിന്ന് 2-ലേക്ക് എത്താൻ 1 യൂണിറ്റിന്റെ വ്യത്യാസം. ആ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര വർഷങ്ങളാണ്? മൊത്തത്തിൽ 8 വർഷമാണ്. സീതയുടെ 1 എന്നത് 2 മാറാൻ 8 വർഷങ്ങൾ എടുത്തു. സോ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 8 വർഷങ്ങളാണ്, 8 years. എന്ത് കണ്ടുപിടിക്കണം? സീതയുടെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 3 കൊല്ലം കഴിഞ്ഞിട്ടുള്ള അനുപാതം ഇവിടെ തന്നിട്ടുണ്ട്, അത് 2 യൂണിറ്റ് ആണ്. അപ്പൊ 2 ഭാഗങ്ങൾ എത്രയെന്ന് കണ്ടുപിടിക്കാം. 1 ഭാഗം എന്ന് പറയുന്നത് 8ആണ്. എടാ, 1-നെ 8 കൊണ്ട് ഗുണിച്ചാലല്ലേ 8 കിട്ടുക. അപ്പോൾ 2-നെയും 8 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 16 വയസ്സെന്ന് കിട്ടും. എപ്പോ? 3 കൊല്ലം കഴിഞ്ഞിട്ട്. 3 കൊല്ലം കഴിഞ്ഞാൽ 16 വയസ്സ്. അപ്പൊ ഇപ്പോഴത്തെ വയസ്സ് എത്രയാടാ? ഇപ്പോഴത്തെ വയസ്സ്, പ്രസന്റ് ഏജ് കണ്ടുപിടിക്കാൻ, ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 3 കൊല്ലം കഴിഞ്ഞിട്ട് 16 ആണെങ്കിൽ ആ 16-ൽ നിന്ന് 3 വയസ്സ് കുറയ്ക്കും. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ വയസ്സ് കിട്ടും. അതെത്ര? 13. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എങ്ങനെയാടാ? ബോട്ട്മാസ് റൂൾ ഉപയോഗിച്ച് ചെയ്യേണ്ട മറ്റൊരു ചോദ്യം ചെയ്യാം. 4 × 9 / 2 പ്ലസ് 14 / 2 പ്ലസ് 3/3. അപ്പോൾ ബോട്ട്മാസ് റൂളിൽ ബ്രാക്കറ്റും ഓഫ് ഒക്കെ വന്നിരിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ് അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഈ ഓഫ് എന്ന് പറഞ്ഞാൽ? അത് ഗുണനമാണ്, വേറൊന്നുമില്ല. അപ്പൊ നമുക്ക് ആദ്യം ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ആളുകളെ ആദ്യം സോൾവ് ചെയ്യാം. ബ്രാക്കറ്റിനുള്ളിൽ ഒരു ഹരിക്കലുണ്ട്, കൂട്ടലുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഏത് ചെയ്യണടാ? ഹരണം ചെയ്യണം. 14 / 2 എന്ന് പറഞ്ഞാൽ അത് 7ആണ്, 14-ന്റെ പകുതി. അപ്പോൾ 7 + 3 ബ്രാക്കറ്റിൽ വരും. 7ഉം 3ഉം തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 10. അപ്പൊ ബ്രാക്കറ്റ് മൊത്തത്തിൽ 10 എന്ന് വരും. 10/3 എന്ന് പറഞ്ഞാൽ 10 × 3 എന്നാണ് അർത്ഥം. അപ്പൊ ഓഫ് നമുക്ക് ചെയ്യാം. 10 × 3 എന്ന് പറഞ്ഞാൽ അത് 30 ആണ്. ഓക്കെ, ഇനി ബാക്കിയുള്ളവരൊക്കെ എഴുതാം. അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ സെറ്റാക്കി നമുക്ക് 30 എന്ന് കിട്ടി. ബാക്കിയുള്ളവരെ ഞാൻ എഴുതുന്നു. 2 × 9 × 4. ഇനി ഇവരെ നോക്കാം. ഇവരിൽ ഹരിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. 9-ന്റെ പകുതി എന്ന് പറഞ്ഞാൽ അത് 4.5.
4.5 പ്ലസ് 30. ഇനി ഗുണിക്കലുണ്ട് കൂട്ടലുണ്ട്. സോ ഗുണിക്കലാണ് ചെയ്യേണ്ടത്. 4.5-നെ 4 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ 4.5-യുടെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4.5-യുടെ ഇരട്ടി എടുക്കുക, വീണ്ടും ഇരട്ടി എടുക്കുക. 4.5-യുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 9. 9-ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 18. 18 പ്ലസ് 30 ചെയ്താൽ നമ്മുടെ ഉത്തരായി. 30ഉം 18ഉം കൂട്ടിയാൽ കിട്ടുന്നത് 48. ഓപ്ഷൻ ബി ആണ് മക്കളെ ശരി ഉത്തരം. സെറ്റല്ലടാ? നമുക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. രക്തബന്ധം, ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ചിത്രീകരണത്തിലൂടെ ഉത്തരത്തിലേക്ക് എത്തുന്നതാണ് നല്ലത്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിരുത്തി വായിച്ച് അതിനൊരു ചിത്ര രൂപത്തിലേക്ക് മാറ്റുക. എന്താ പറഞ്ഞിരിക്കുന്നത്? എ ബിയുടെ സഹോദരനാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ആള് ബി എന്ന് പറയുന്ന വ്യക്തിയുടെ സഹോദരനാണ്. ഇദ്ദേഹം നമുക്ക് പറയാം അദ്ദേഹം ഒരു മെയിലാണ്. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ഒരു പ്ലസ് ഇട്ട് വെച്ചു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ബി എന്ന് പറയുന്ന ആള് സി എന്ന് പറയുന്ന ആളുടെ മകളാണ്. സി എന്ന് പറയുന്ന ആളുടെ മകളാണ് ബി. നമ്മൾ അതിന്റെ അടുത്ത് ഒരു മൈനസ് ഇട്ട് കൊടുത്തു. ഇനി എന്താ പറയുന്നത്? സി എന്ന് പറയുന്ന വ്യക്തി ഡി എന്ന് പറയുന്ന ആളുടെ മകനാണ്. സി എന്ന് പറയുന്ന ആള് ഇവിടെ ഡി എഴുതിയ കാണുമോ? ഓക്കെ, ഡി എന്ന് പറയുന്ന ആളുടെ മകനാണ്. സി എന്ന് പറയുന്ന ആള് ഒരു പുരുഷനാണ്. എയുടെ ആരാണ് ഡി? ചോദ്യത്തിൽ ഒരു ചെറിയ വ്യക്തത കുറവുണ്ട്. ഈ ഡി എന്ന് പറയുന്ന ആൾക്ക് 2 ഉത്തരങ്ങൾ വരാം. കാരണം ഇത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന ആളുടെ അച്ഛനാണ് സി എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അച്ഛൻ്റെ ആരായിരിക്കും ഡി? അച്ഛൻ്റെ സിയുടെ അച്ഛനോ അമ്മയോ ആകാനുള്ള സാധ്യതയുണ്ട് ഡി, അല്ലെ? സി എന്ന് പറയുന്ന ആള് ഡിയുടെ മകനാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഡി എന്ന് പറയുന്ന ആള് പുരുഷനോ സ്ത്രീയോ ആകാം, അമ്മയോ അച്ഛനോ ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ചോദ്യത്തിൽ നമുക്ക് തൽക്കാലം 2 പരിശോധിക്കാം. ഓക്കെ, അച്ഛൻ്റെ അമ്മയാകാനുള്ള സാധ്യതയുണ്ട്, അച്ഛൻ്റെ അച്ഛനാകാനുള്ള സാധ്യതയുണ്ട്. അച്ഛൻ്റെ അമ്മയാകാനുള്ള സാധ്യതയുണ്ട്, അച്ഛൻ്റെ അച്ഛനാകാനുള്ള സാധ്യതയുണ്ട്. അച്ഛൻ്റെ അമ്മേനെ നമ്മൾ എന്ത് പറയും? അച്ഛമ്മാന്നോ മുത്തശ്ശിന്നോ പറയും. ഓക്കെ, അച്ഛൻ്റെ അച്ഛനെ നമ്മൾ അപ്പാപ്പനെന്നോ അല്ലെങ്കിൽ മുത്തശ്ശനെന്നോ നമ്മൾ പറയും. ഓപ്ഷനിൽ ആകെ തന്നിരിക്കുന്നത് മുത്തശ്ശനായതുകൊണ്ട് നമുക്ക് അനുമാനിക്കാം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമെന്ന്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 98ാമത്തെ ചോദ്യം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ കോഡ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ലോജിക് ഉപയോഗിച്ച് ചെയ്യാം. ഒരു ക്ലാസ്സിൽ ആകെ കുട്ടികൾ 35 പേരാണ്. ആകെ 35 പേരുണ്ട്. ഓക്കെ, അവരിങ്ങനെ വരിയിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മീര എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട്. മീരയുടെ സ്ഥാനം മുന്നിൽ നിന്ന് നോക്കിയപ്പോൾ 16ാമതാണ്. അതായത് മീരയ്ക്ക് മുൻപ് എത്ര പേരുണ്ട്? 15 പേരുണ്ട്. 16ാമത്തെ ആൾ ആരാണ്? അത് മീരയാണ്. എങ്കിൽ പിന്നിൽ നിന്ന് എത്ര പേരുണ്ടെന്ന് നോക്കണം. എടാ നോക്കിക്കടാ, ഇവിടെ 15 1 16. ഇനി പുറകിലേക്ക് എത്ര പേരുണ്ടാവും? പുറകിലേക്ക് 15 1 16 ബാക്കി ആളുകൾ എത്രയെന്ന് അറിയാൻ 35-ൽ നിന്ന് ഈ ടോട്ടൽ കുറച്ചാൽ പോരെ? 35-ൽ നിന്ന് 15 കുറച്ചാൽ കിട്ടുന്നത് 20. 20-ൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്നത് 19. അപ്പൊ ഇനി പുറകിലേക്ക് 19 പേരുണ്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പുറകിലേക്ക് ഇനി എത്ര പേര് ബാക്കി ഉണ്ടെന്നല്ല ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പുറകിൽ നിന്ന് എണ്ണുകയാണെങ്കിൽ മീരയുടെ സ്ഥാനം എത്രാമത്തെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോടാ ഇവിടെ നിന്ന് ഇത്രയും ആളുകൾ 19 അപ്പൊ മീര പുറകിൽ നിന്ന് എണ്ണിയാൽ എത്രാമത്തെ ആളാകും? 20ാമത്തെ ആളാകും. 20ാമത്തെ ആള് ഓപ്ഷൻ ബി. ഓക്കെ, ഇങ്ങനെ ലോജിക് ഉപയോഗിച്ച് ചിന്തിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണടാ, ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ 35-ൽ നിന്ന് മുന്നിൽ നിന്നുള്ള സ്ഥാനം കുറയ്ക്കും. 35-ൽ നിന്ന് 16 കുറയ്ക്കും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 19 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ 1 കൂട്ടണം എങ്കിൽ നമുക്ക് കിട്ടും പുറകിൽ നിന്ന് മീരയുടെ സ്ഥാനം 20 എന്ന്. ക്ലിയർ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 99ാമത്തെ ചോദ്യം ഇങ്ങനെ ഡയറക്ഷനുമായി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് 100 മീറ്റർ തെക്കോട്ട് നടന്നു. പിന്നീട് ഇടത്തോട്ട് 200 മീറ്റർ പോയപ്പോൾ വഴി അടച്ചത് കാരണം അയാൾ വലത്തോട്ട് തിരിഞ്ഞ് 300 മീറ്റർ സഞ്ചരിച്ച് വീണ്ടും അവിടെ നിന്ന് 200 മീറ്റർ വലത്തോട്ട് തിരിഞ്ഞ് നടന്നു. ഇപ്പോൾ അയാൾ വീട്ടിൽ നിന്ന് ഏത് ദിശയിൽ എത്ര അകലെയാണ്? ദിശയുമായി ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ? ആ 4 ദിക്കുകൾ അടയാളപ്പെടുത്തി വെക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, തെക്കോട്ട് എടുക്കുക എന്ന് സിനിമയിൽ വില്ലന്മാരൊക്കെ പറയും. വല്ലാണ്ട് കളിച്ചാൽ നിന്നെ ഞാൻ തെക്കോട്ട് എടുക്കുന്നൊക്കെ പറയും. അതിന്റെ അർത്ഥം എന്താ? നിന്നെ ഞാൻ കൊന്നു കളയും എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ തെക്കോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ കുഴിയിലേക്ക് എടുക്കുക എന്നാണ്, അല്ലെ? കുഴി എവിടെ കിടക്കുന്നത്? മണ്ണിനകത്ത് താഴെ, നമ്മുടെ താഴെയാണ് കുഴി. അപ്പൊ തെക്ക് താഴെയാണ്. തെക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വടക്ക്. വടക്ക്. ഓക്കെ. നമ്മൾ ഈ മാപ്പിലൊക്കെ നോക്കുന്നില്ലടാ, മാപ്പിലൊക്കെ പടിഞ്ഞാറ് അറബിക്കടലാണെന്ന് നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഇപ്പൊ പടിഞ്ഞാറ്, ഈ മാപ്പിന്റെ ഏത് സൈഡിലാ കടൽ കിടക്കുന്നത്? നമ്മുടെ കേരളത്തിന്റെ ഒക്കെ ഇങ്ങേ തലക്കിലല്ലേ? അപ്പൊ ഈ സൈഡിലാണ് കടലൊക്കെ ഉണ്ടാവുക. അപ്പൊ അവിടെ പടിഞ്ഞാറ് അടയാളപ്പെടുത്തുക. അപ്പൊ കിഴക്ക് എവിടെയാ? പടിഞ്ഞാറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കിഴക്ക്. അപ്പൊ ഇത്രയും അടയാളപ്പെടുത്തി വെച്ചാൽ നമ്മുടെ പരിപാടി പകുതി കഴിഞ്ഞു. ഇനി ഈ ചോദ്യത്തിൽ പറയുന്നതിനെ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ സെറ്റ്. ഇപ്പൊ എന്താ പറയുന്നത്? ഒരാളുണ്ട്. ആ ഒരാള് അയാളുടെ വീട്ടിൽ നിന്ന് 100 മീറ്റർ തെക്കോട്ട് നടന്നു. ഓക്കെ, 100 മീറ്റർ തെക്കോട്ട് നടന്നു, താഴേക്ക് നടന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ നിന്ന് അദ്ദേഹം ഇടത്തോട്ട് തിരിഞ്ഞത്. ഇടത്തോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞു. എത്ര മീറ്റർ? 200 മീറ്റർ പോയി. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ വഴി ബ്ലോക്കാണ്, അല്ലെ? വഴി അടച്ചത് കാരണം അയാൾ വീണ്ടും എന്ത് ചെയ്തു? അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഒരു 300 മീറ്റർ സഞ്ചരിച്ചു. വലത്തോട്ട് തിരിഞ്ഞ് 300 മീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് പോയി. എത്ര മീറ്റർ സഞ്ചരിച്ചു? 200 മീറ്റർ ആണ് വലത്തോട്ട് തിരിഞ്ഞ് സഞ്ചരിച്ചത്. കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ അയാൾ വീട്ടിൽ നിന്ന് ഏത് ദിശയിൽ എത്ര അകലെയാണ്? ഇത് ഇവിടെയാണോ വീട്? വീട്ടിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കണം. എത്രയാണ്? ഇവിടെ 100, ഈ ഗ്യാപ്പ് എത്ര വരും? 300. അപ്പൊ ആകെ 400 മീറ്റർ ആണ് ഇവർക്കിടയിലുള്ള അകലം. വീടും ഇപ്പോൾ അയാൾ നിൽക്കുന്ന സ്ഥലവും തമ്മിലുള്ള അകലം 400 മീറ്റർ. ഇനി ഏത് ദിശയിലാ? വീട്ടിന്റെ താഴത്തെ ഭാഗത്തായിട്ട് വരുന്നത്, അല്ലെ? തെക്ക് ഭാഗത്ത്. അപ്പൊ 400 മീറ്റർ തെക്ക് എന്നതാണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് മക്കളെ ശരി ഉത്തരം. ഓക്കെ. അപ്പൊ അവസാനത്തെ ചോദ്യം, 100ാമത്തെ ചോദ്യം സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒരു സമാന്തര ശ്രേണിയിൽ 5ാം പദത്തിന്റെ 5 മടങ്ങ് 9ാം പദത്തിന്റെ 9 മടങ്ങിന് തുല്യമായാൽ 14ാമത്തെ പദം എത്ര? 14ാമത്തെ പദം എത്ര? ഇതിന്റെ ഉത്തരം 0 ഓപ്ഷനിൽ 0 ഇല്ലാത്തത് കൊണ്ട് ഇവയൊന്നുമല്ല എന്ന് പറയുന്ന ഓപ്ഷൻ ഡി കറപ്പിക്കാം. ഇതിന്റെ ലോജിക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഞാനത് റിയലായിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. ഇപ്പൊ തന്നെ അത്യാവശ്യം ലെങ്ത് ചെയ്യില്ലേ? അപ്പൊ ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഓർത്തു വെച്ചോ. ഏതൊരു സമാന്തര ശ്രേണിയുടെയും, ലോകത്തുള്ള മുഴുവൻ സമാന്തര ശ്രേണിയുടെയും, എന്താ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ? ഒരു ശ്രേണിയിലെ പദങ്ങൾ തമ്മിലുള്ള അന്തരം സമമാണെങ്കിൽ അന്തരം സമമായിട്ടുള്ള ശ്രേണികളാണ് സമാന്തര ശ്രേണി. ഓക്കെ. അതിന്റെ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ഓക്കെ. എണ്ണൽ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, ഗുണിതങ്ങൾ ഒക്കെ സമാന്തര ശ്രേണികൾക്ക് ഉദാഹരണമാണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന കാര്യം മാത്രം നിങ്ങളൊന്ന് പോയിന്റ് ചെയ്ത് വെക്കുക. ലോകത്തുള്ള മുഴുവൻ സമാന്തര ശ്രേണികളുടെയും n-ാം പദത്തിന്റെ n മടങ്ങ് എന്ന് പറയുന്നത് എന്താ പറയാ, m-ാം പദത്തിന്റെ, വായിൽ പെട്ടെന്ന് വന്ന 2 ലെറ്റേഴ്സ് ഇട്ടുന്നുള്ളൂ കേട്ടോ. m-ാം പദത്തിന്റെ m മടങ്ങിനോട് തുല്യമാണ് എന്ന് വിചാരിക്കാം. ഓക്കെ. n-ാം പദത്തിന്റെ n മടങ്ങ് m-ാം പദത്തിന്റെ m മടങ്ങിനോട് തുല്യമാണ്. എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയാണ് n+m-ാം പദം. n+m-ാം പദം എത്ര എന്ന് ചോദിച്ചാൽ അത് 0 അത് 0. ഇനി ചോദ്യത്തിൽ നോക്കിക്കടാ, 5-ാം പദത്തിന്റെ 5 മടങ്ങ്, അത് 9-ാം പദത്തിന്റെ 9 മടങ്ങിനോട് തുല്യമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളോട് പറയാണ് 5+9-ാമത്തെ പദം, അതായത് 9 5 കൂട്ടിയാൽ 14. 14-ാമത്തെ പദം എത്ര എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാം അത് 0. ക്ലിയർ? ഓക്കെ. ഇനി ഞാൻ ഒരു ഉദാഹരണം പറയട്ടെടാ. 3-ാം പദത്തിന്റെ 3 മടങ്ങ് എന്നത്
എട്ടാം പദത്തിന്റെ 8 മടങ്ങിനോട് തുല്യമായാൽ 11ാമത്തെ പദം എത്ര എന്ന് ചോദിച്ചാൽ 3ഉം 8ഉം കൂട്ടിയാൽ 11 എങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം, തറപ്പിച്ച് പറയാം, ഉത്തരം 0 ആണ്. ഓക്കെ അല്ല മക്കളെ? അപ്പോ 2 ചോദ്യപേപ്പറുകളുടെയും മാത്സ് അനാലിസിസ് കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടൊന്ന് കമ്പയർ ചെയ്യുക. ഇനി വരാൻ പോകുന്ന പരീക്ഷ എന്തായാലും ഇതിപ്പോ പുതിയ ഡേറ്റ് ഒക്കെ അറിയിക്കുമല്ലോ, അപ്പോഴേക്കും നിങ്ങൾ പഠിച്ച് സെറ്റ് ആവുക. വീണ്ടും കാണാം. ബൈ ബൈ.